കിട്ടേണ്ടത് കിട്ടിയാൽ ആർക്കായാലും ഒരു വെളിവൊക്കെ ഉണ്ടാകും. രണ്ടാമതും സംസ്ഥാന ഭരണം ലഭിച്ചതോടെ ജനങ്ങൾ എന്ന ഒരു വിഭാഗത്തെ പാടെ മറന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഇടതുപക്ഷ സർക്കാർ. തുടർ ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ സംസ്ഥാനം കടത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ച് സർവ്വ നികുതികളും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ പിരടിയിൽ വെച്ചു കൊടുത്തതായിരുന്നു. കെട്ടിട നികുതിയൊക്കെ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തിരുത്തൽ ശക്തിയാവേണ്ട പാർട്ടിയാവട്ടെ സർക്കാരിൻ്റെ തലവനെ ഭയന്ന് എല്ലാം മൗനത്തിൽ ഒളിപ്പിച്ചു. ഫലത്തിൽ ജനങ്ങളുടെ നടുവൊടിയുന്ന കാഴ്ച. കെട്ടിട നികുതി മാത്രമല്ല, അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, വൻകിട കെട്ടിടങ്ങൾക്കുള്ള ലേ ഔട്ട് ഫീസ്, വെള്ളക്കരം, വീട്ടുനികുതി, സ്റ്റാമ്പ് പേപ്പറുകൾ, രജിസ്ട്രേഷൻ, അവശ്യ സാധനങ്ങളുടെ വില വർധനവ് തുടങ്ങി സാധാരണക്കാരന് ആവശ്യമുള്ളതും സാധാരണക്കാരൻ നിരന്തരം ഇടപെടുന്നതുമായ വിഷയങ്ങളിലെല്ലാം സർവവും നികുതി ഭാരം കൂട്ടിക്കൊണ്ടായിരുന്നു സർക്കാർ ജനങ്ങളുടെ മേൽ ആ നികുതി അടിച്ചേൽപ്പിച്ചത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൻ്റെ കാരണം ചികഞ്ഞ പാർട്ടിക്ക് അധികമൊന്നും അന്വേഷിച്ച് മുന്നോട്ട് പോവേണ്ടി വന്നില്ല. മുഖ്യമന്ത്രി ശൈലി മാറ്റില്ല എന്ന് പുറത്തേക്ക് പ്രസ്താവന നൽകി പിരിയുന്നതിന് പകരം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ അകത്തളങ്ങളിൽ പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു, ജനങ്ങൾക്കിടയിലേക്ക് പാർട്ടി സഖാക്കൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് എന്ന്. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDFിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം വിലക്കയറ്റമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. അതിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയങ്ങളാണ്, സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിനാൽ വിഷയത്തിൽ ജനവിചാരണ നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കേവലം ഒരു നികുതി 60% കുറച്ചത് കൊണ്ട് മാത്രം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം മാറും എന്ന് സർക്കാരും പാർട്ടിയും കരുതുന്നുവെങ്കിൽ അതും തെറ്റാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ചെറിയ വീടിന് ഗ്രാമപഞ്ചായത്തുകളിൽ 550 രൂപയിൽ നിന്നും 8500 രൂപയിലേക്കായിരുന്നു വർധനവുണ്ടായിരുന്നത്. ഇത് നഗരസഭയിൽ 11,500ലേക്കും കോർപ്പറേഷനിൽ 16,000ലേക്കുമായി ഭീമമായാണ് പിണറായി സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിരുന്നത്. വീടിൻ്റെ വിസ്തൃതിക്കനുസൃതമായി ഫീസിലും വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഇപ്പോൾ 60% വരെ കുറയ്ക്കുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകിയാണെങ്കിലും ജനങ്ങളുടെ മുതുകത്തിട്ട നികുതി കുറയ്ക്കാൻ മുന്നോട്ട് വന്നത് വൈകി വന്ന വിവേകമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ നികുതി കുറച്ച സർക്കാരിന് അഭിനന്ദന പ്രവാഹവുമായി മുന്നോട്ട് വരുന്ന ചില സൈബർ ആളുകളുണ്ട്. അഭിനന്ദനത്തോടൊപ്പം സർക്കാരിനോട് ചില കാര്യങ്ങൾ കൂടി ഇത്തരം ആളുകൾ ചോദിക്കണം. അവർ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ജനങ്ങൾക്ക് ചോദിക്കാം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണല്ലോ നികുതി സർക്കാർ ഇടവേളയിൽ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ നികുതി വർധനവ് പിൻവലിച്ചതിലൂടെ സംസ്ഥാനത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക അപര്യാപ്തതകൾക്ക് പരിഹാരം കണ്ടോ? സാമ്പത്തിക നില സർക്കാരിൻ്റേത് മെച്ചപ്പെട്ടോ? നിലവിൽ അധിക നികുതി നൽകേണ്ടി വന്നവരോട് സർക്കാർ എന്താണ് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്? അവർ അടച്ച അധിക നികുതി അവർക്ക് തിരികെ നൽകുമോ? നികുതി മാത്രമാണ് ജനം വിലയിരുത്തിയത് എന്ന് സർക്കാരും പാർട്ടിയും നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്. അവശ്യ സാധനങ്ങളുടെ വർധനവ് ദിവസവും അന്യായമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഇനി അതും കുറക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരുമോ? ഏതായാലും കാത്തിരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്.